എടാ, ഈ മയക്കുമരുന്ന് കണ്ടുപിടിച്ചത് 30-35 പറ പറ. ഈ മയക്കുമരുന്ന് സിനിമാക്കാരാണോ കണ്ടുപിടിച്ചേ? പറ. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഹെയർ ഫോളിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഈ ഡ്രഗ്സിനെ സംബന്ധിച്ച്. അങ്ങനത്തെ ചെറിയ രീതിയിൽ ടെസ്റ്റ് എടുത്താൽ തന്നെ ഇയാൾ പിന്നെ ടെസ്റ്റ് മാച്ച് കളിക്കേണ്ടി വരും. ഷൈൻ ടോം ചാക്കോ മൂത്തോണ്ടിരിക്കുക ഇപ്പോൾ. വിൻസി പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. വിൻസി അലോഷ്യസ്, പുള്ളിക്കാരിയെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ഒരു എക്സ്ട്രോഡിനറി നടി എന്നൊക്കെ വേണേൽ പറയാം. പിന്നെ പുള്ളിക്കാരി ഭയങ്കര സട്ടിലാണ്. ഭയങ്കര ഒരുപാട് ആവശ്യമില്ലാത്ത റോളുകളൊക്കെ ചാടിക്കയറി ഒന്നും അഭിനയിക്കില്ല. ഒരുപാട് ഇങ്ങനെ ചൂസ് ചെയ്തൊക്കെ അഭിനയിക്കുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും എങ്ങനെ വന്ന് എൻ്റെ കൂടെ അഭിനയിച്ചു എന്ന് വേണേൽ പുള്ളി ചോദിച്ചു കളയും. പുള്ളി എന്ന് പറയുന്നത്, ഈ ഷൈൻ ടോം എന്ന് പറയുന്നത്, പിന്നെ ശ്രീനാഥ് വാസി, ഈ ഊളന്മാരെ ഒന്നും എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോൾ മറ്റേ ശ്രീനിവാസൻ സാറ് വടക്ക് നോക്കിയ യന്ത്രത്തിൽ പറയുന്ന പോലത്തെ അല്ല. മമ്മൂട്ടിയെ ഇഷ്ടമല്ല, എനിക്ക് ആരെയും ഇഷ്ടമല്ല, അങ്ങനല്ല. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വലിയൊരു നടനാണ്, മഹാനടനൊന്നും പറയില്ല. പുള്ളിയുടെ അടുത്ത് പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിയൊന്നും ഓർക്കില്ല. പുള്ളി നമ്മളെ ഇങ്ങനെ ചാപ്പോ എന്നുള്ള രീതിയിൽ ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ട് ഒരു പണിയൊക്കെ തന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലും എനിക്ക് പൃഥ്വിരാജിനെ ഇഷ്ടമാണ്. സുരാജ്, ടൊവിനോ, ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെ ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോൾ ഈ നസ്ലൻ എന്ന് പറയുന്നവൻ ഈ അടുത്ത് ഒരു പയ്യനെ ഷോൾഡറിൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പിന്നെ കൈയെടുക്കടാ എന്ന് പറയാൻ, കൈയെടുക്കടാ. നസ്ലൻ കുറച്ച് വിളഞ്ഞ വിത്താന്ന് തോന്നില്ലേ. പുള്ളി ക്യാമറ ഇല്ലെങ്കിൽ എടുക്കടാ മയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ ഇഷ്ടമാണ്. പക്ഷേ ഈ രണ്ടെണ്ണത്തിനെ കാണുമ്പോൾ കലി വരും. അതെന്താണെന്നറിയില്ല. കാണുമ്പോൾ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്നുള്ള അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ, അതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ്. മ്യൂച്വലായിരിക്കും ഫീലിംഗ്. അതുപോലെ ആയിരിക്കും എന്നെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ ആരടാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളാർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ പറ്റുന്നത്രയും പറ്റുന്ന പോലെയൊക്കെ അങ്ങനെ ജീവിച്ചു പോവാണ്. പക്ഷേ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. കാണുമ്പോൾ ഇവൻ ആരടാവൻ എന്നും പറഞ്ഞുകൊണ്ട്. ഇന്നലെ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ പോവായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്ക് കാല് വയ്യാത്ത. അങ്ങനെ പോകുമ്പോൾ ബൈക്ക് പഞ്ചറായി. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു കടയിൽ പഞ്ചറിന് വേണ്ടി ചോദിക്കുകയാണ്, ചേട്ടാ ഇത് ഇങ്ങനെ ബൈക്ക് ഒന്ന് പഞ്ചർ ഇതാകാൻ പറ്റുമോ? ഇത് ട്യൂബ് പോയി കേട്ടോ, ഇത് ടയറും ട്യൂബും മൊത്തമായിട്ട് മാറണം, ഇത് വേസ്റ്റാണ്, ഇത് പഞ്ചർ ഇട്ടാൽ നിൽക്കില്ല. പറ്റില്ലെന്നേ. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടയറും ട്യൂബും ഒക്കെ വിൽക്കുന്നവർ തന്നെ ഉണ്ട്. അവിടെ പോയിട്ട് പിന്നെ ഞാൻ ഇത് കുറച്ച് തള്ളിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നീക്കിക്കൊണ്ട്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തള്ളിക്കൊണ്ട് തന്നെ ഗിയറിലിട്ടിട്ട് തള്ളിക്കൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത കടയിൽ പോയി. അവിടെയും ഏകദേശം ഇതേപോലെയാണ്. ഞാൻ എന്താണ് ചെയ്തത് നിങ്ങളെ? ഈ ചില ആൾക്കാരുടെ ഫേസ് ഭയങ്കര ഗ്രേസ്ഫുള്ളാണ്. ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, വന്നിങ്ങനെ ചിരിച്ചാൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇയാൾ നല്ലവനാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഹെൽപ്പൊക്കെ നമ്മൾ അയാൾക്ക് ചെയ്തു കൊടുക്കും. പൊതുവെ അങ്ങനെയാണ്. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കലിപ്പാവും. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് ഞാൻ. പിന്നെ ചില ആൾക്കാരെ കാണുമ്പോൾ 2 എണ്ണം കൊടുക്കാൻ തോന്നുന്നു. കൊടുക്കാനൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. ഈ ഷൈൻ ടോമും ഈ ശ്രീനാഥ് വാസി എന്നൊക്കെ പറയുന്നത് ഈ ജാടയാണ് നമുക്ക് പിടിക്കാത്തത്. ജാട എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അവർ സ്വയം ഉണ്ടാക്കിയിട്ടല്ലേ ജാട, അതിൽ നിനക്കെന്താടാ ആ കാര്യം എന്നൊക്കെ അവർ ചോദിച്ചാളെ. പക്ഷേ അങ്ങനെ അല്ലല്ലോ. ഒരു പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ നാട്ടുകാരെയൊക്കെ ബഹുമാനിക്കണ്ടേ. ഇത് ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടുക, 2-3-ാം നിലയിൽ നിന്ന് ചാടിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൊന്നും ആലിയിലൊന്നും CCTV ഉണ്ടാവില്ലേ? ചിലപ്പോൾ ഉണ്ടാവില്ലല്ലേ. ആണേലും പുള്ളി പെട്ടിട്ടുണ്ട്.
ഭയങ്കര പക്ഷേ ഇതിനകത്ത് വേറെ ഒരു സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിൻസിയുടെ അടുത്ത് അവർ ചോദിക്കുക, വിൻസി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് കളർ പൗഡർ ഇങ്ങനെ വായിന്ന് തെറിക്കുന്നുണ്ടായിരുന്നു ടേബിളിലേക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. വായിന്ന് വർത്തമാനം പറയുമ്പോൾ തെറിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അത് ചിലപ്പം അത് ഒരു ചോദ്യമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുള്ളിക്കാരോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് എങ്ങനെ മനസ്സിലായി ഇയാൾ ഡ്രഗ്സ് കഴിച്ചിട്ടാണ്, മദ്യപിച്ചിട്ടല്ല എന്ന് എങ്ങനെ മനസ്സിലായി? മദ്യപിച്ചതാണെങ്കിലും ആൾക്കാർ അങ്ങനെ കഴകുഴന്നൊക്കെ പറയുമല്ലോ. ഡ്രഗ്സ് തന്നെയാണെന്ന് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ വല്ലതും ഡ്രഗ് ടെസ്റ്റ് നടത്തിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോയി. കാരണം പുള്ളിക്കാരി അങ്ങനെ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു. ഡ്രഗ്സ് ആണെന്ന് പറയുമ്പോൾ ലഹരി, എന്തോ ഒരു ലഹരി, മദ്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ പിടിച്ച് യൂറിൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, യൂറിൻ ടെസ്റ്റ് എടുത്താൽ ഇയാൾ എന്താണേലും കുടുങ്ങുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ അത് ചെയ്യില്ലല്ലോ. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഹെയർ ഫോളിക്കൽ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഈ ഡ്രഗ്സിനെ സംബന്ധിച്ച്. അങ്ങനത്തെ ചെറിയ രീതിയിൽ ടെസ്റ്റ് എടുത്താൽ തന്നെ ഇയാൾ പിന്നെ ടെസ്റ്റ് മാച്ച് കളിക്കേണ്ടി വരും. ഇയാളുടെ കാര്യത്തിലൊരു തീരുമാനമാവും. എന്തുവക മനുഷ്യനാണ്, എന്താന്ന് മുണ്ടുരിഞ്ഞ് കാണിക്കുക, സ്ത്രീകൾക്ക് വസ്ത്രമാറില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇയാൾക്ക് ഭയങ്കര ആരാധകരുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ മറ്റേ വളിപ്പം ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ച്. പിന്നെ ഇടയ്ക്ക് സ്മാർട്ടാവാനൊക്കെ നോക്കും. മമ്മൂക്കയുടെ കൂടെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നോക്കുമ്പോൾ അജിത്തിൻ്റെ കൂടെ ഇതൊക്കെ PR വർക്കും കാര്യങ്ങളൊക്കെയാണ്, അല്ലാതെ ഇയാളുടെ ആക്ടിങ് ടാലൻറ്റും മാങ്ങയൊന്നുമല്ല. അതാണ് സിനിമ ഇൻഡസ്ട്രി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ PR വർക്കാണ് സംഭവം. ഇതാണേലും വിൻസി പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വിൻസിക്ക് അങ്ങനെ സിനിമകളൊന്നും കിട്ടാതെ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സിനിമകൾ കിട്ടാതാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ സിനിമകൾ കുറവാന്നുള്ള ഒരു സംസാരമുണ്ട് പുള്ളിക്കാരിയെക്കുറിച്ച്. ആണെങ്കിലും വലിയൊരു വെളിപ്പെടുത്തല, കുറച്ചൊക്കെ ഗട്സ് വേണം. അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് അടിച്ചു പിരിഞ്ഞാണോന്നും അറിയില്ല. അങ്ങനെ ചിലർ പറയും കേട്ടോ. രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. നീ മാത്രം അങ്ങ് കളിച്ചിട്ട് എന്നെ അങ്ങ് പൊട്ടിയാക്കിയിട്ട് പോകാനാണോടാ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പം സംഭവിച്ച് കാണാം എന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ അടിച്ചു വിട്ട് കളയും. കമൻറ്റ് സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, ഭയങ്കര കമൻസാണ് ഇവരുടെ ആ പോസ്റ്റ് വന്നപ്പോൾ. പക്ഷേ ഷൈൻ ടോം എന്ന് പറയുന്ന ഒരു അലവലാതിയാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഷൈൻ ടോമും ഈ ശ്രീനാഥ് വാസി, പിന്നെ മറ്റവനുണ്ടല്ലോ, എൻ്റെ പേര് മറന്നുപോയല്ലോ, മറ്റേ കൊറോണ പേപ്പറിലൊക്കെ ഉള്ളത്, ഷെയ്ൻ നിഗം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഈ സക്സസ് കിട്ടിയിട്ടേ ഇങ്ങനെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഞെരിപിരി കൊള്ളുകയാണ്. നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ അടിക്കണമെന്നല്ല പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല അടികൾ കിട്ടിയിട്ടില്ല, അതാണ് സംഭവം. അടി എന്ന് പറഞ്ഞാൽ അടി മാത്രമല്ലല്ലോ, ജീവിതത്തിൽ കിട്ടുന്ന അടികളുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 12ാം നിലയിൽ നിന്നൊക്കെ താഴോട്ട് ഇടുന്ന ചില പരിപാടിയൊക്കെ ഉണ്ട്. ഡയറക്റ്റായിട്ട് ഇട്ട് തല പൊട്ടിക്കുകയല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ 8 നിലയിൽ പൊട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ 8 നിലയിൽ 18 നിലയിലൊക്കെ പൊട്ടുന്ന പരിപാടികളുണ്ടല്ലോ. അങ്ങനത്തെ പരിപാടികളൊക്കെ അതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കുറച്ചൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഷൈൻ ടോം 1 മാസം ജീവിച്ച് പോണേ തന്നെ ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം ഒരു ദിവസം ജീവിച്ചു പോകണമെങ്കിൽ. കാരണം വലിച്ചു കയറ്റുന്ന ഇതാണേ. അപ്പോൾ ചോദിക്കും, നീ ആണോടാ സപ്ലൈ ചെയ്തത്, നീ എന്തടിച്ചിട്ടാടാ ഇരിക്കുന്നത്? ഇപ്പം എന്നോട് അങ്ങനെ ആൾക്കാർ അത് ചോദിക്കാറില്ല, അതെന്താണെന്നറിയില്ല. നേരത്തെ എന്നോട് കുറേ ആൾക്കാർ ഈ കമൻസിൽ നീ എന്താടാ അടിച്ചത്, ഇവൻ എന്താ അടിച്ചത്? ഞാൻ ടെസ്റ്റൊന്നും കൊടുത്തില്ലല്ലോ. എന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലായി ഇവനൊന്നും അടിച്ചിട്ടല്ല, ഇവൻ വർത്തമാനം പറയുന്നത് തന്നെ ഇങ്ങനെയാണെന്ന്. എന്താ പോയി. എന്നാലും വിൻസിക്ക് ഒരു കൺഗ്രാജുലേഷൻസ് പറയാനുണ്ട്. ധൈര്യം കൊള്ളാം.